വൈകിട്ട് ലണ്ടനിൽ നിന്ന് ബ്രിസ്റ്റോൾ വന്നായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പം ബ്രിസ്റ്റോൾ വന്നപ്പം അവർ പറഞ്ഞു നമുക്ക് ബാത്തിൽ പോകാമെന്ന്. ബാത്ത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള UK ആകെയുള്ള ഒരു സിറ്റിയാണ് ബാത്ത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോൾ ബസ്സിലാണ്. നമ്മൾ ബാത്ത് സിറ്റി സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റോം മോഡലാണ് മൊത്തം കാണാൻ. ഫുള്ളായിട്ടൊരു റോമിൻ്റെ ഒരു ലുക്കാണ്. പണ്ട് റോം ഭരിച്ച രാജാവ് ഇവിടെ വിസിറ്റ് ചെയ്യുകയും ഇവിടെ ഇങ്ങനെ അവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ എന്തോ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് ഈ ബാത്ത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് പറഞ്ഞു, ഇവിടെ വന്നിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള നോളജ് ആട്ടോ അത്. അപ്പം ഒരു മൊത്തത്തിലൊരു റോം ടച്ചാണ് ഇവിടെ. അപ്പം നമുക്ക് ബാക്കിയൊക്കെ പോയി കാണാം. ഇവിടെ ബാത്തിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലൊക്കേഷൻ ഫൈൻഡറും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മാപ്പും അവരതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് അതിന്റെ ലൊക്കേഷൻ നോക്കി ഇതാ നമ്മളിപ്പം ഇവിടെ നിൽക്കുന്നത്, യു ആർ ഹിയർ. സോ അപ്പം നമുക്ക് ഇത് നോക്കി നമുക്ക് ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് പോകാൻ പറ്റും. അതെ, യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് അവർ ഇതിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ബാത്തില് അവരുടെ സ്ട്രീറ്റ് വ്യൂ കണ്ടിങ്ങനെ നടക്കുക. അപ്പം ഈ രണ്ട് സൈഡിലും ഷോപ്പുണ്ട്. ലണ്ടൻ പോലല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. നമുക്ക് ലണ്ടനിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാ. ഇതൊരു ചർച്ച, ഇവിടുത്തെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. നമ്മളപ്പോൾ അങ്ങോട്ട് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞ് നടക്കുക. ഇവിടെ നമുക്ക് പണ്ട് ബാത്തിലെ രാജാക്കന്മാര് ഇവിടം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുപയോഗിച്ച കുറച്ച് സാധനങ്ങളും അതൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയം നമുക്കിവിടെ ഉണ്ട്. പക്ഷേ അതിന് എൻട്രി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. 28 പൗണ്ടാണ് അതിനകത്ത് കയറുന്നതിനെന്നാണ് പറഞ്ഞത്. നമുക്ക് പിന്നെ റോമിൻ്റെ കുറേ ഹെറിറ്റേജിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങൾ, മറ്റേ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, പിന്നെ ഇവിടെ ഹെറിറ്റേജിനെ സൂചിപ്പിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബാത്തിലെ മാർക്കറ്റിൽ കയറി എന്തൊക്കെയാ ഉള്ളത് നോക്കാന്ന് ഓർത്ത് കയറുവാണ്. നാട്ടിൽ നമ്മൾ ഈ തുണി ഇട്ട് വയ്ക്കത്തില്ല, നമ്മൾ ഈ ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നാട്ടിൽ തുണി വയ്ക്കത്തില്ലേ, അതുപോലെ ഉണ്ട് എനിക്കിവിടെ കയറിയിട്ട്. നല്ല ഡ്രസ്സൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ ഈ സെയിലാവാത്ത പോലത്തെ ഡ്രസ്സൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി കൂട്ടിയിട്ട് വയ്ക്കുന്ന പോലെ ഉണ്ട്. തോന്നുന്നു നമ്മൾ ലണ്ടനിൽ കിട്ടുന്ന പോലത്തെ ഡ്രസ്സുകളല്ല, വേറൊരു ടൈപ്പ് ഡ്രസ്സുകൾ, ഒരു ബോംബെയിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫുഡിൻ്റെ ഷോപ്പുകൾ, സ്നാക്സുകൾ, ഇവരുടെ കുറേ പേസ്ട്രികൾ, ഇന്ത്യൻ സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ബജിയും പക്കോടയും ഒക്കെ ഉണ്ട്. കുറേ ആൻറ്റിക് പീസുകൾ നമുക്ക് മേടിക്കാനായിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ട്. നല്ല ഭംഗിയുണ്ടെല്ലാം കാണാനായിട്ട്. ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു തുർക്കി പോയൊരു വൈബ് തോന്നുന്നത് കണ്ടിട്ട്. എവിടെ വന്നാലും നമുക്ക് എന്തെങ്കിലും മേടിക്കണമല്ലോ. ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞങ്ങൾ എന്തായാലും എവിടെ പോയാലും വാങ്ങും. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ചൊരു വെറൈറ്റി ഐറ്റം കണ്ടു. അതായത് നമുക്ക് ഇവിടെ പ്യുവർ ലെതറിൽ നമുക്ക് കീ ചെയിൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ പേര് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ അവർ പഞ്ച് ചെയ്ത് തരും. അത് ഒരു പീസ് വരുന്നത് 9 പൗണ്ട്സാണ്. 3 ഒന്നിച്ചെടുത്ത് 25. 3 ആവശ്യം നമുക്ക് എന്തായാലും ഇല്ല. ഞങ്ങൾ എന്തായാലും ഇതിൽ നല്ലൊരെണ്ണം എടുത്തിട്ട് ഞങ്ങളുടെ പേര് പഞ്ച് ചെയ്യാൻ പോവാം. ഞാൻ ഈ ബ്രൗൺ കളറ് സെലക്ട് ചെയ്തു. അപ്പം നമുക്ക് അവരോട് ചോദിച്ച് നോക്കാം എങ്ങനെ ചെയ്യേണ്ടത്. ഈ ബ്രൗൺ ഓക്കെ ഇല്ലേക്ക്?
And symbol, the ampersand, if you like that. Oh no, no need of and. Just No Alfier. Any other symbols if you can add? No, just letters and numbers, but I've got an ampersand symbol. Is that okay? ഇവിടെ ഈ ലെതറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബുക്കുകളും ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ വേണേൽ മേടിക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് മിനി ബുക്സിന് £4 ആണ്. 3 for 10 ഓഫറൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ലെതർ ബ്രേസ്ലെറ്റ്സുകളും കുറേ ഉണ്ട്. ബുക്കിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. താങ്ക് യു. You're welcome. Would you like a little bag? നോ താങ്ക് യു. That's a 9. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതാണ് ഈ ഒരു ഇത് റൂട്ട് മാപ്പോ എന്താ പറയുക ഇതിന്, ലൊക്കേഷൻ കാണിക്കുന്ന അത് ഓരോ സ്ഥലത്ത് റോം, പാരീസ്, ഈവൻ മൂൺ വരെ അവരതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ജസ്റ്റ് ബാത്ത് ടൗണൊക്കെ ഒന്ന് കണ്ടു. ഇവിടുത്തെ ഹെറിറ്റേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് സാധനങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ ആ കീ ചെയിൻ പ്രിന്റ് ചെയ്തതും പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. വേറെ ഒരുപാടൊന്നും വെറൈറ്റി ആയിട്ട് എനിക്കും തോന്നിയില്ല ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവാം. ബാത്തിൽ ഇനി ഭയങ്കര ചൂടുമാണ് ഇവിടെ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയും ബൈ.